എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തൊഴിലുറപ്പ് നിയമവുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. തൊഴിലുറപ്പ് നിയമം ഭേദഗതി ചെയ്യുന്നതോടുകൂടി കേരളത്തിൽ ലക്ഷങ്ങൾ പുറത്തു പോകുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തു വരുന്നത്. നിലവിലുള്ള 22 ലക്ഷം പേരിൽ വലിയൊരു പങ്കും പദ്ധതിക്ക് പുറത്താകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പദ്ധതിക്കുള്ള കേന്ദ്ര വിഹിതവും കുറയുന്നതാണ്. മറ്റ് കേന്ദ്ര പദ്ധതികളെ പോലെ തന്നെ കുടിശ്ശിക കൂടിയാൽ പദ്ധതി പൂർണ്ണമായിട്ടും നിർജീവമാവുകയും ചെയ്യുന്നതാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പൊളിച്ച് പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ കേരളത്തിൽ പദ്ധതിയെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് തിരിച്ചടിയാകുന്നത്. നിലവിൽ അംഗങ്ങളായിട്ടുള്ള 22 ലക്ഷം പേരിൽ പകുതിയിലധികം ആളുകൾ പദ്ധതിക്ക് പുറത്തു പോകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തൊഴിൽ ദിനങ്ങൾ 125 ഉയർത്തുമെന്ന് ഭേദഗതി നിയമത്തിൽ പറയുന്നുണ്ട് എങ്കിലും നിലവിൽ ലഭിക്കുന്ന 100 ദിവസം പോലും എത്തുവാനായിട്ട് സാധ്യത വിരളമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പദ്ധതി നടപ്പിലാക്കപ്പെടുന്ന ഗ്രാമീണ മേഖലകൾ കേന്ദ്രമാണ് വിജ്ഞാപനം ചെയ്യുന്നത്. അതോടെ പദ്ധതി ചുരുങ്ങുന്നതാണ്. കാർഷിക സീസണിൽ 60 ദിവസം വരെ തൊഴിലുറപ്പ് പാടില്ല എന്ന നിബന്ധനയും അതോടൊപ്പം തന്നെ തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. തൊഴിലുറപ്പിലൂടെ നടപ്പിലാക്കുന്ന കാർഷിക ജോലികളെയും മാലിന്യ സംസ്കരണ പദ്ധതികളെയും ഒക്കെ തന്നെ പുതിയ നിയമം ബാധിക്കുന്നതാണ്. നിലവിൽ 4000 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ വാർഷിക വിഹിതമായിട്ട് കേരളത്തിന് ലഭിക്കുന്നത്. പദ്ധതി ചെലവിൻ്റെ 40% സംസ്ഥാനം വഹിക്കണമെന്നാണ് പുതിയ നിബന്ധന. ഇതനുസരിച്ചുകൊണ്ട് കേരളം 1600 കോടിയോളം രൂപ മുടക്കേണ്ടി വരും. കേന്ദ്ര ഫണ്ട് ഉപാധികളും ഉണ്ട്. അതോടൊപ്പം തന്നെ നിശ്ചിത ഇനത്തിനപ്പുറം ചിലവാകുകയാണ് എങ്കിൽ സംസ്ഥാനം തുക വഹിക്കേണ്ടതാണ്. വേതനം വൈകിയാൽ നഷ്ടപരിഹാരവും തൊഴിലില്ല എങ്കിൽ അലവൻസും സംസ്ഥാനമാണ് നൽകേണ്ടത്. പുതിയ നിബന്ധനകളെല്ലാം തന്നെ തൊഴിലുറപ്പിനെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തുള്ളവർക്കും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.